ഹായ് അസ്സലാമലൈക്കും. എന്താ പാട്? സുഖമല്ല എല്ലാവർക്കും. ഇപ്പം ഇന്ന് പത്തിരിക്ക് കോളിഫ്ലവർ വെച്ചിട്ട് ഒരു അടിപൊളി വറുത്തരച്ച കറിയാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കോളിഫ്ലവർ ചെറുതാക്കിയ കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുന്നു. പിന്നെ അതിലേക്ക് 4-5 പച്ചമുളക്, 2 തക്കാളി, 2 സവാള, ഒരു 2 തണ്ട് കറിവേപ്പിൻ്റെ. അപ്പോൾ അതൊക്കെ ഒന്ന് കഷ്ണങ്ങളാക്കി എടുത്തിരിക്കണം കേട്ടോ. അതിന് ശേഷം ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിരിക്കണം. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കണം. അതിനുശേഷം ഈ അരിഞ്ഞ് വെച്ച തക്കാളി, സവാള, പച്ചമുളക് അതൊക്കെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിക്കണം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ സവാളയും തക്കാളിയൊക്കെ നന്നായി വാടി വന്നിക്കണം. ഇനി ഇതിലേക്ക് ആ കോളിഫ്ലവർ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ആ വെളിച്ചെണ്ണയിൽ കുറച്ച് നേരം അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഇത് വേവാൻ ആവശ്യത്തിനുള്ള ലേശം വെള്ളം ഒഴിച്ച് കൊടുത്തിക്കണം. അതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് വേവൊക്കെ ഒന്ന് ശരിയായി വരുമ്പോഴത്തേന് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു അരമുറി തേങ്ങ, അതുപോലെ കുറച്ച് ചെറിയ ഉള്ളി, 2 തണ്ട് കറിവേപ്പില, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം, ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിക്കണം കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ വറവൊക്കെ കറക്റ്റായി വന്നിക്കണം കേട്ടോ. ഇതൊന്ന് ഇറക്കി വെക്കാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. ഇതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ, ഇത് വെന്തിക്കണമെന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ വേവ് കറക്റ്റായിട്ടില്ല, കുറച്ചും പാടിക്കൊന്ന് വേവാണ്ട്. അപ്പോൾ ഒന്നും പാടിക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു 2-3-4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് തുറന്ന് നോക്കിയതാണ് കേട്ടോ. അതിന് ശേഷം ആ തേങ്ങ വറുത്തതുണ്ടല്ലോ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുക്കണം. എന്നിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തുക്കണം. ഇത് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ടേ ഒരു 1/2 ടീസ്പൂണില്ലേ, ഒരു 1/4 ടീസ്പൂണിനോളം ഗരം മസാല കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് തിളച്ചതിന് ശേഷം ഇതൊന്ന് ഇറക്കി വെക്കാം. അപ്പോൾ അതൊന്ന് തുള്ളി വന്നിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ലാസ്റ്റ് മല്ലിച്ചപ്പ് ഇട്ടിട്ട് ഇതൊന്ന് ഇറക്കി വെച്ചിക്കണം. അതിന് ശേഷം ചെറിയ ഉള്ളിയും കറിവേപ്പിലും വരെ ഒന്ന് തൂമിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.